ബബ്ബയ്ക്ക് ഇത് 8-ാം ദിനമാണ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ സിനിമ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. മണിക്കൂറിൽ 2500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 1000-ന് താഴെ അല്ലെങ്കിൽ 1000 ടിക്കറ്റുകൾ വെച്ചൊക്കെ വിറ്റുപോയിക്കൊണ്ടിരുന്നിടത്ത് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ 2500 ടിക്കറ്റുകളിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ അതായത് ബബ്ബ ടീം ഒരു സക്സസ് ടീസർ ഇറക്കിയിരുന്നു. ഗംഭീര സക്സസ് ടീസർ എന്ന് തന്നെ പറയാം. സിനിമയുടെ മൊത്തം കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു സക്സസ് ടീസർ കാണുമ്പോൾ സിനിമയുടെ ഉള്ളിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഹൈലൈറ്റഡ് മൂവ്മെൻറ്റുകളും അതിനകത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണണോ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ തീർച്ചയായും സിനിമ കാണാത്തവരാണെങ്കിൽ അത് കാണാതെ പോയി തിയേറ്ററിൽ പോകാനേ പറയുകയുള്ളൂ. കാരണം ഒട്ടുമിക്ക രംഗങ്ങളും അതിനകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, ഇന്ന് രാവിലെ സെക്ഷനിൽ തന്നെ സിനിമ മികച്ച് നിന്നിരിക്കുന്നു. മികച്ച രീതിയിൽ സിനിമ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ടീമിൻ്റെ ഏറ്റവും മികവ് എന്ന് തന്നെ പറയാം. ഇതിനോടകം 51 ലക്ഷം രൂപ സിനിമ രാവിലെ 12 മണിക്ക് ഉള്ളിൽ തന്നെ നേടിയിരിക്കുകയാണ്. 800-നടുത്തുള്ള ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 33,000 ടിക്കറ്റോളം ഇതിനോടകം തന്നെ വിറ്റുപോവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറാനുള്ള എല്ലാ ചാൻസുകളും നടക്കുകയാണ്. 40 കോടി സിനിമ കടന്നു എന്നുള്ളത് തന്നെയാണ് ഒഫീഷ്യലായി ഓൾറെഡി വന്നിരുന്നു. അത് മാത്രമല്ല ട്രാക്കേഴ്സും പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു സിനിമ അടിച്ച് കയറുന്ന കാഴ്ച തന്നെയാണ് ബബ്ബ. നോ ലോജിക് സിനിമയാണെങ്കിൽ പോലും ഇവിടെ എല്ലാവരും ആ നോ ലോജിക്കിനെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ ചേർത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. പലരുടെയും ചോദ്യമുണ്ട്, ഈ സിനിമ അത്ര പോരാ എന്നിട്ട് എന്തുകൊണ്ട് തിരക്ക് കൂടുന്നു? അതിന് ഉള്ള ഉത്തരമാണ് ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ ട്രാക്കിംഗ് ആപ്പുകളോ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ സിനിമയ്ക്ക് കയറുന്നു. സിനിമയുടെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിനേക്കാൾ ഉപരി ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട് എന്നുള്ള കാണിക്കുകയാണ്. സ്ഥിരമായി സിനിമ 1 കോടിക്ക് മുകളിൽ നേടുകയായിരുന്നു കഴിഞ്ഞ 3 ദിനങ്ങളിലും. ഇന്നും സിനിമ 1 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് 51 ലക്ഷം രൂപ നേടുമ്പോൾ നമുക്ക് കാണാനുള്ളത്. സക്സസ് ടീസർ കൂടി ഇറക്കി കഴിഞ്ഞപ്പോൾ കൂടുതൽ സിനിമയ്ക്ക് ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്. സിനിമ നമുക്കറിയാം ഓൾറെഡി ഒരു മിക്സ്ഡ് റിവ്യൂ, അത് കഴിഞ്ഞ് നെഗറ്റീവ് റിവ്യൂ വരെ എത്തിയിട്ടും ഈ സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല പ്രൊമോഷൻസിലൂടെ തന്നെയാണ് കയറിപ്പോകുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക നല്ല രംഗങ്ങളും ഈ സിനിമയുടെ സക്സസ് ടീസറിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും കാത്തിരിക്കാം. ഈ ഒരു സിനിമ ഇന്ന് 1 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് ഉറപ്പിക്കാം. അങ്ങനെ വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. ഒപ്പം നിങ്ങൾക്ക് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ ബുക്ക് മൈ ഷോയും ഒന്ന് നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഗ്രേറ്റ് മീഡിയാസ്.